ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പൊന്നുകളിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും ഇതാ ബോൾസത്തിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് ഷെയറൊക്കെ ചെയ്യണേ. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു 6 വെറൈറ്റിയുടെ കോംബോ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയും ആദ്യത്തെ സ്റ്റോക്ക് തീർന്നു. അപ്പോൾ അടുത്ത സ്റ്റോക്ക് കുറച്ചും കൂടെ ഉണ്ട്. നമുക്കൊരു 50 പേർക്ക് കൊടുക്കാനുള്ള സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുണ്ടോ, ഓരോ പ്ലാന്റ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ വെരിഗേറ്റഡിൻ്റെ പിങ്ക് വെറൈറ്റിയാണേ. ഇപ്പോൾ കണ്ടോ, ഇതൊരു മൂടാണേ. ഈ മൂടേ തന്നെ നോക്കിയാൽ എന്തോരം പൂക്കളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം തിങ്ങി നിറഞ്ഞുണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ. അപ്പം ധൈര്യമായിട്ട് എല്ലാവർക്കും വാങ്ങാം. നമ്മളിത് ജൈവ രീതിയിലാണ് ഇത് പിടിപ്പിച്ചെടുത്തേക്കുന്നത്. പിന്നെ നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കിട്ടുന്നത് വെച്ചതുണ്ടോ. ഇതുപോലെ നമ്മൾ ട്രെയിലാണ് ഇതുപോലെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല ഫ്രഷായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും. നിങ്ങൾക്ക് 6 കളർ അയച്ചു തരുന്നു കേട്ടോ. ഓക്കെ, എല്ലാം നല്ല നല്ല വെറൈറ്റിയാണ്. ഇത് നല്ല ഈ കളറാണ് ഫസ്റ്റ് വന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല റെഡെന്ന് പറഞ്ഞാൽ അറിയാലോ, നല്ല ഡാർക്ക് മെറൂഡ് കൂടിയ റെഡ് കളർ. അതിൻ്റെ തൈകളാണ് അടുത്തത് കേട്ടോ. ഇതെല്ലാം ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ. ഓക്കെ, അതിൻ്റെ ഫ്ലവർ ഞാൻ കാണിക്കാതെ ഇതുണ്ടോ, എന്ത് ഭംഗിയാണ് നോക്കിയേ. ഇതുണ്ടോ, ഇതുപോലത്തെ നല്ല ഡാർക്ക് മെറൂൺ എന്നൊക്കെ പറയുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ. ഇപ്പോൾ ചട്ടി നിറഞ്ഞിങ്ങനെ വിരിഞ്ഞ്, അപ്പോൾ അത്യാവശ്യം വലുപ്പം ഉണ്ട് കേട്ടോ ഈ ഫ്ലവറിന്. ഇതിപ്പോൾ അതുകൊണ്ട് ഒരു സൈഡ് പൊഴിഞ്ഞു പോയതാണ്. ഇതേ ലെയർ തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട്. അതുകൊണ്ട് അത് പൊഴിഞ്ഞു പോയി കേട്ടോ. കണ്ടോ, എടുത്ത് കാണിക്കാം. ഇതുണ്ടോ, ഇതാണ് കളറ്. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ മെറൂൺ കൂടിയ റെഡാണ്. ഓക്കെ, നല്ല ഭംഗിയെന്ന് വെച്ചാൽ അതൊക്കെ നല്ലതായിട്ട് ഇതൊക്കെ ഈ പ്ലാന്റ് പെട്ടെന്ന് നശിക്കുന്നതല്ല കേട്ടോ. ഇപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സുകളൊന്നും നശിക്കുന്ന വെറൈറ്റി അല്ല, എല്ലാം നല്ല ലോങ് ലൈഫിൽ നിൽക്കുന്ന വെറൈറ്റീസാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ കളറ്. ഇനി മൂന്നാമത്തെ കളർ എന്ന് പറഞ്ഞാൽ ഇതുണ്ട്. ഇതൊരു നല്ലൊരു എപ്പോഴും പൂക്കൾ തിങ്ങി ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. അതായത് മഴ ഇഷ്ടമാണ്, വെയിൽ ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. നിറഞ്ഞ് പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണിത്. ഒരു രണ്ടോ മൂന്നോ ഷെയ്ഡ് വരുന്നതാണിത്. ശരിക്കും ഒരു ഡാർക്ക് റോസ് അതിൻ്റെ ഒരു വൈറ്റോടെ എല്ലാം മിക്സ്, പക്ഷേ നിറഞ്ഞുണ്ടാവും. ഹൈബ്രിഡ് എണ്ണത്തിൽ നല്ല ലോങ് ലൈഫുള്ള ഒരു വെറൈറ്റിയാണ് അടുത്ത് കേട്ടോ, മൂന്നാമത്തേത്. അടുത്ത നമ്മുടെ വെരിഗേറ്റഡിൻ്റെ ഓറഞ്ച് അറിയാലോ നമുക്ക്, നല്ല ഭംഗിയായിട്ടുള്ള നല്ല കളറ്, നല്ല ഓറഞ്ച് കളറ്. അത് ആ പ്ലാന്റിൻ്റെയാണ് അടുത്തത്, നാലാമത്തെ കളറായിട്ട് വരുന്നത്. നല്ലതായിട്ട് പൂക്കൾ നോക്കി. പക്ഷേ വെരിഗേറ്റ് എല്ലാവർക്കും പേടിയാണ്, പിടിക്കുമെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. നമ്മളിതുപോലെ ഹെൽത്തി ആയിട്ട് ഉണ്ടോ, ഇങ്ങനെയുള്ള ഇതേ കണ്ടീഷനാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഫ്രഷായിട്ട് സ്പീഡ് ആൻഡ് സേഫ് വഴി ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. ഇതുപോലെ ഉണ്ട്, ഇത്രയും ഹെൽത്തായിട്ട് റൂട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഇതൊന്നും ചെയ്യുന്നൊന്നുമില്ല. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചകിരിച്ചോറും ഉണക്ക ചാണകപ്പൊടിയും പിന്നെ സാധാ മണ്ണും കൂടെ അല്പം മണലും മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്താണ് ഇത്രയും ആക്കിയെടുക്കുന്നത്. ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ഇതേ ഫ്രഷ്നെസ്സോട് കൂടിയാണ് അയച്ചു തരുന്നത്. അടുത്ത അഞ്ചാമത്തെ കളർ എന്ന് പറഞ്ഞാൽ ഇതാണേ. ഇത് നല്ല ഭംഗിയാണ്. ഇത് നല്ല തുരുതുരയായിട്ടുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നല്ല ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഈ പ്ലാനേ മാറും കേട്ടോ. അടിപൊളി വെറൈറ്റി എന്ന് വെച്ചാൽ അടിപൊളി വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒത്തിരി സെയിൽ നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ചിലവർക്ക് ചില ബോൾസം പ്ലാന്റ് പിടിക്കുകയെന്ന് പറയുന്നത്, പക്ഷേ എങ്ങനെ പിടിക്കുകയെന്ന് പറഞ്ഞാൽ ഈ ടൈപ്പൊക്കെ, അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഈ വെറൈറ്റിയോട് കൊണ്ടുവന്നേക്കുന്നത്. പിടിച്ചിരിക്കും. ഓക്കെ, ഇതൊക്കെ ചുമ്മാ വെച്ച് ഒരു ചട്ടിയിലേക്ക് കൊടുത്താൽ മതി. അല്പം ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇതാന്ന് പറഞ്ഞ് നിറഞ്ഞ് ബുഷായിട്ട് വന്ന് അടിപൊളിയായിട്ട് വെക്കുന്നതാണ് അഞ്ചാമത്തെ വെറൈറ്റി കേട്ടോ. അടുത്ത് നമ്മുടെ ആറാമത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള വേരിയേറ്റഡിൻ്റെ വൈറ്റ്. ഇതൊക്കെ പിടിക്കുകയെന്നൊക്കെ ഓരോരുത്തർക്ക്, പക്ഷേ എളുപ്പം ഇതിന് ഇച്ചിരി കൂളിംഗ് ആണ്. അത്യാവശ്യം രാവിലെ വൈകിട്ടൊക്കെ ഒത്തിരി നല്ല ചൂടാണെങ്കിൽ ഇച്ചിരി വെള്ളം കൊടുത്താൽ മാത്രം മതി. ഇതിന് അല്പം ചാണകപ്പൊടിയും ഇട്ട് കൊടുത്താൽ നിറഞ്ഞു പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ 50 പേർക്കുള്ള സ്റ്റോക്കുണ്ട്, പെട്ടെന്ന് വന്നോളൂ. സ്പീഡ് ആൻഡ് സേഫ് വഴിയിലാണ് അയക്കുന്നത്. പിന്നെ നിങ്ങൾ വാട്സപ്പ് വഴിയിൽ ഡീറ്റെയിൽ ഫുൾ തരുന്നതായിരിക്കും കേട്ടോ. ഒത്തിരി വിലയൊന്നുമില്ല, സിമ്പിൾ റേറ്റേ ഉള്ളൂ. അപ്പോൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ, ഡീറ്റെയിൽ എല്ലാം പറയുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം ഒരാഴ്ചയെങ്കിലൊക്കെ വെയിറ്റ് ചെയ്യണം. ആദ്യം മെസ്സേജ് തരുന്നവർക്ക് അയച്ചു തരാം. മാക്സിമം തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് നമ്മൾ ഇത് കൊറിയർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെച്ച് താമസം വന്നാലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇടയ്ക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ട് ചോദിക്കാം കേട്ടോ, എന്നാ പ്ലാൻസ് അയക്കുന്നത്. അപ്പോൾ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ അയക്കുന്ന ദിവസം നമ്മൾ റിപ്ലൈ തന്നിരിക്കും. ഇതുകൊണ്ടോ, ഇതൊരു പോട്ട് നമ്മൾ വെച്ചേക്കുന്നതാണ് വൈറ്റിൻ്റെ. ഇതുകൊണ്ടോ, ഒറ്റ ഒരു മൂട്. ആരെങ്കിലും നിങ്ങൾക്ക് കാണാം ചോട് കാണിക്കാം. ഒരു മൂടാണ്, ആ മൂടേന്നാണ് കണ്ടോ, ഒരു മൂടാണ് വെച്ചേക്കുന്നത്. ആ മൂടേന്നാണ് ഇതുപോലെ ഇതുണ്ട് ഫിഷായിട്ട് കണ്ടോ, എടുത്ത് കാണിക്കാം. കണ്ടോ, ഒരു ചട്ടി നിറഞ്ഞ് ഇതുപോലെയല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ടിപ്സൊക്കെ പറഞ്ഞു തരാം എങ്ങനെ ചെയ്യണമെന്ന്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം കേട്ടോ. അപ്പോൾ ഇതുപോലെ
ഒരു ചട്ടി നിറഞ്ഞിങ്ങനെ ബുഷായിട്ട് നിൽക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ജൈവ രീതിയിൽ തന്നെയാണ് പറയുന്നത്. പിന്നെ ജൈവ രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല, നമ്മൾ രാസവളം ഉപയോഗിക്കാം, അതിൻ്റെ കറക്റ്റ് വളം കൊടുത്താൽ മതി. DAP ഒക്കെ ഇടയ്ക്ക് യൂസ് ചെയ്യാം. പിന്നെ 19 സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കൂടുതലും ചെയ്യുന്നത് ജൈവ രീതിയിലാണ്. അതുകൊണ്ട് നമ്മുടെ പ്ലാന്റിന് വലിയ കേട് വരുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നശിച്ച് അങ്ങനെയൊന്നും പോകുന്നില്ല. പിന്നെ ഇതിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇടയ്ക്ക് ചെറിയൊരു കട്ടിങ് ഒക്കെ എടുത്ത് വേറെ പിടിപ്പിച്ചെടുക്കണം. കണ്ടോ, ചെറിയൊരു ഇതുപോലെ ഒരു ബ്ലേഡിന് കട്ട് ചെയ്തിട്ട് വേറെ ചെറിയൊരു അങ്ങനെ ആക്കിയെടുക്കണം. നിങ്ങൾ അങ്ങനെ എടുത്താലേ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ് ലോങ് ലൈഫായിട്ട് നിൽക്കത്തുള്ളൂ കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു 6 കളർ ഓരോ ചട്ടിയിൽ ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുമ്പോൾ എന്ത് ഭംഗി നോക്കി അവരെ നിന്നൊക്കെ നോക്കുമ്പോഴാണെങ്കിൽ നല്ല ഭംഗിയല്ലേ. വേറെ ഒരു വെറൈറ്റി ഇതുണ്ടോ, അത് ഇതുപോലെ 2 മാസം പ്രായമുള്ള ഒരു പ്ലാന്റാണ്. ചെറിയൊരു തൈ വെച്ചതാണ്, ഇത്ര ആക്കി ഫ്ലവർ ആക്കിയതുകൊണ്ട്. ഇതുപോലെ ഇതിൻ്റെ തൈ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ തൈ ഇപ്പം ഞാൻ നമ്മുടെ ഈ സെയിലിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, എന്തോരം പൂക്കൾ വരുന്നതെന്ന് നോക്കി. ഇതുപോലെ തെങ്ങി നിറഞ്ഞ് ഉണ്ടാകുന്ന വെറൈറ്റിയാണത്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ കേട്ടോ. ഇന്ന് ഇച്ചിരി വെയിലുണ്ട്, മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ പാക്കിങ്ങിൻ്റെ തിരക്കായിരുന്നു 2 ദിവസം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നല്ല പിടിപ്പിച്ചെടുക്കാൻ നല്ല സമയമാണ്. ധൈര്യമായിട്ട് വാങ്ങാം കേട്ടോ. ഓക്കെ, അപ്പം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.